Very good morning, dear students. So, ഏകദേശം നമ്മൾ തേർഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. Okay. So, in the last class we have seen about sickness, industrial sickness. അതേപോലെ തന്നെ what are the criteria for to identify the sickness എന്നുള്ളതും, അതേപോലെ തന്നെ what are the causes of sickness, എന്തുകൊണ്ടാണ് ഈ സിക്നസ് സംഭവിക്കുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ്. സോ ഏർലി സ്റ്റേജിൽ ഏത് ഡിസീസസ് ആയാലും അല്ലെങ്കിൽ ഏത് സിക്നസ് ആയാലും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ഈസി ടു ക്യൂർ എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ഒരു പാഠം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ്റെ കാര്യത്തിലായാലും അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയുടെ കാര്യത്തിലായാലും ഏതിൻ്റെ കാര്യത്തിലായാലും ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ബ്രിങ് ഇൻ എനി ചേഞ്ചസ് ഓർ വി ക്യാൻ മേക്ക് എനി ചേഞ്ചസ് എന്നുള്ളതാണ് ഇഫ് ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് അറ്റ് ആൻ ഏർലി സ്റ്റേജ്. ബട്ട് ഇഫ് ദോസ് തിങ്സ് ആർ കെപ്റ്റ് അസൈഡ്, അത് നമ്മളിങ്ങനെ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചു, നമ്മളത് അറിയുന്നില്ല, കാണുന്നില്ല, കണ്ടാലും അറിയാത്ത ഭാവത്തിൽ അങ്ങനെ തന്നെ നമ്മൾ ആ സിക്നസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ നോട്ട് ബി സോ ഈസി ടു ബ്രിങ് ഇൻ എനി ചേഞ്ചസ്. സംടൈംസ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ലിക്വിഡേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സിക്നസ് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് അത് എത്തിപ്പോകും. പിന്നെ നമുക്ക് ലിക്വിഡേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും അധികം വൈകാതെ തന്നെ. അപ്പോൾ ഒരു നല്ല ലെവലിൽ പോയിരുന്ന ഒരു ഇൻഡസ്ട്രി പെട്ടെന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ലിക്വിഡേഷൻ സ്റ്റേജിലേക്ക് പോവുക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ പരമാവധി ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ എവറി 3 months കൂടുമ്പോൾ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. സി മോണിറ്ററിങ് എന്നും അല്ലെങ്കിൽ ദറ്റ് ഈസ് പീരിയോഡിക്കലി, ഇഫ് ദ മോണിറ്ററിങ് ഗോസ് ഓൺ വെരി വെൽ വി ക്യാൻ ഐഡൻറ്റിഫൈ വാട്ട് ആർ ദി ഫോൾട്ട് എന്നുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിയേണ്ട കാര്യം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് വെച്ച് തീർക്കാവുന്നതാണ്. പ്രൊഡക്ഷനിലാണോ, അല്ലെങ്കിൽ വെയർ ഹൗസിങ്ങിൻ്റെ കാര്യത്തിലാണോ, പാക്കിങ്ങിലാണോ, എവിടെയാണോ where you're finding the fault എന്നുണ്ടെങ്കിൽ you can clear it in the same department at an early stage. But if any fault continues and if it prolongs and then it becomes chronic and then it really goes from our hands എന്നുള്ളതാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന് പറയുന്നത് എത്രയും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്യൂർ ചെയ്ത് അല്ലെങ്കിൽ റീവൈറ്റലൈസ് ചെയ്ത് റീഹെബിലിറ്റൈസ് ചെയ്ത് നമുക്ക് വി ക്യാൻ ബ്രിങ് ഇറ്റ് ബാക്ക് എന്നുള്ളതാണ്. ടു ദി പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ അല്ലേ. എങ്ങനെയാണ് സിക്നസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? പലതരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. വർക്കേഴ്സിനാണെന്നുണ്ടെങ്കിൽ വേജസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റ് സിക്കാണ്, ഇറ്റ് ഈസ് അൺഹെൽത്തി, ദേ ആർ നോട്ട് ഏബിൾ ടു പേ അവർ വേജസ് എന്നുള്ളത് പറയും അല്ലേ. അതിലേക്ക് മുതൽ മുടക്കിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ പ്രോപ്പർ റിട്ടേൺസ് അവരും പറയും ഇതൊരു സിക്ക് യൂണിറ്റാണ്, തുടങ്ങിയത് വേസ്റ്റായി പോയി എന്ന് പറയും. ആൻഡ് ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ലോൺസ് റീപേ ചെയ്തിട്ടില്ല, എത്ര നാളത്തേക്ക്, 12 months, 1 year റീപേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് പറയും, ദോസ് യൂണിറ്റ്സ് ആർ സിക്ക് യൂണിറ്റ്സ്. ഓക്കെ, പക്ഷേ നമുക്കതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. വെൻ യുവർ റവന്യൂ ഗോസ് ഡൗൺ and if the total cost of capital is more and is clearly identified, the industry is running on loss എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ കുറച്ച് നാളത്തേക്ക് വണ്ടി ഓടി
നെറ്റ് വർത്തിനേക്കാളും 50% താഴ്ത്തിക്കാണ് നമ്മുടെ പോക്ക് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് സിക്ക് യൂണിറ്റ്. ഓക്കെ, സോ ഡെഫിനേഷൻസൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. അതേപോലെ തന്നെ എപ്പോഴേക്കാണ് നമ്മൾ സിക്ക് യൂണിറ്റ്സ് എന്ന് പറയാം, അതേപോലെ അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, ആൻഡ് ദെൻ വാട്ട് ആർ ദ റെമഡിയൽ മെഷേഴ്സ്. സോ സിക്ക് യൂണിറ്റ്സ് 2 മാർക്ക് ക്വസ്റ്റ്യനിലും വരും, 4 മാർക്ക് ക്വസ്റ്റ്യനിലും വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. സോ എനിക്ക് തോന്നുന്നത് എല്ലാവരും ബുക്ക് മേടിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ബുക്ക് ഇനി മേടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മേടിക്കാൻ. നമ്മൾ ഓൾമോസ്റ്റ് വി ആർ ഗോയിങ് ടു റീച്ച് ദി 4th ചാപ്റ്റർ. അപ്പോൾ അത് കാരണം എൻ്റെ മക്കൾ എത്രയും പെട്ടെന്ന് ബുക്ക് മേടിക്കുക. എല്ലാ കുട്ടികളായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സാണ് അല്ലേ. എന്തിനും ഏതിനും നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. നമ്മളൊരു ടൈനി യൂണിറ്റാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു മൈക്രോ യൂണിറ്റാണ് വിച്ച് ഈസ് സോ സ്മോൾ. ഇതൊക്കെ ആരറിയാനാ? നോ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ വ്യക്തത വേണം. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സബ്സിഡി വേണോ, ഇൻസെൻറ്റീവ്സ് വേണോ, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ദാറ്റ് ഈസ് എന്താ പറയുക ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണോ, നമ്മളുടെ ഒരു ടൈനി യൂണിറ്റായിട്ട് മൈക്രോ യൂണിറ്റായിട്ട് നമ്മൾ അംഗീകരിക്കണോ, നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് വേണോ, അങ്ങനത്തെ ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ഗെറ്റ് രജിസ്റ്റേർഡ്. ആദ്യം തന്നെ രജിസ്റ്റേർഡ് ആവണം. രജിസ്റ്റേർഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പ്രൊജക്റ്റ് റിപ്പോർട്ട് വേണം. ഇനി വരുന്ന ചാപ്റ്റേഴ്സ് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഹൗ യു ആർ ഗോയിങ് ടു പ്രിപ്പയർ എ പ്രൊജക്റ്റ് എന്നുള്ളതാണ്. ഹൗ യു ആർ ഗോയിങ് ടു സെലക്ട് എ പ്രൊജക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, അതിൻ്റെ ബ്ലൂ പ്രിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് the MSME will decide whether they have to grant permission or not. Okay, so the first stage എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രൊജക്റ്റും അതൊക്കെ സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം രജിസ്ട്രേഷൻ എന്തിനാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത്? രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സോ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കിട്ടണം, അതേപോലെ തന്നെ നമ്മുടെ ഇൻസെൻറ്റീവ്സ് കിട്ടണം, നമുക്ക് റോ മെറ്റീരിയൽസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്. ഇതിനൊക്കെ എന്ത് വേണം? രജിസ്ട്രേഷൻ വേണം. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വളരെ മെനക്കെട് പിടിച്ച പണിയാണ്. നിങ്ങൾ ആ മിഥുനം ഫിലിം കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ സിനിമയ്ക്കൊക്കെ പണ്ട് പോയായിരുന്ന കാലം നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിലിം ഒന്ന് കണ്ടു നോക്കാം. അതിൽ ഞാൻ പറയുന്നത് കുറേ കാര്യങ്ങൾ, ഓരോ സിനിമയിലും പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഓരോ സിനിമയിലും നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ കുറേ തമാശകളും കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടോ അല്ലെങ്കിൽ ഒരു പ്രേമോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ മാറ്റി നിർത്തി നമ്മുടെ EDPക്ക് അതിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ ഒരു മനുഷ്യൻ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാനായിട്ട് പെടാപ്പാടുപെടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാനായിട്ട് അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അതിനാവശ്യമായിട്ടുള്ള ലൈസൻസിങ്ങിന് എത്ര പ്രാവശ്യം ആൾക്കാർ വന്ന് എത്ര പ്രാവശ്യം നോ പറഞ്ഞു പോയി, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങി, ആരൊക്കെ വിചാരിച്ച എത്ര സിമ്പിളായിട്ട് നടക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ഓരോരുത്തരുടെ പോക്കറ്റിലേക്കും ഓരോന്നിട്ട് കൊടുത്താൽ മാത്രമേ അത് സാങ്ഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് എത്ര നടത്തം അതിൽ നടത്തിക്കുന്നുണ്ട്. അവസാനം ഗതികെട്ട് അളിയൻ എങ്ങനെയെങ്കിലും ബിസിനസ് കമ്പനി തുടങ്ങട്ടെ, ഒരു പെർമിഷൻ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് എന്താ പറയുക, അതിൽ യൂസ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ISI മാർക്കുള്ളതാണോ എന്നുള്ളത് ഇൻസ്പെക്ട് ചെയ്യാൻ വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആ ബിസ്ക്കറ്റ് കമ്പനിക്കൊരു പേരുണ്ട്.
ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിലെ ആ ക്യാരക്ടറിൻ്റെ അമ്മയുടെ പേരാണ് ബിസ്ക്കറ്റ് കമ്പനിക്കും ബിസ്ക്കറ്റിനും ഇടുന്നത്. ദാക്ഷായിനി ബിസ്ക്കറ്റ്സ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ സാധാരണ ബിസ്ക്കറ്റൊക്കെ മേടിക്കാനായിട്ട് കുട്ടികളെ വിടാറുണ്ട് ഷോപ്പുകളിലേക്ക്, അല്ലാതെ നമ്മുടെ നിയർ ബൈ ഷോപ്പുകളിലേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ കൂടെ ഈ കുട്ടികൾ കടയിലേക്ക് വരുമ്പോൾ, അച്ഛാ എനിക്ക് ഒരു പാക്കറ്റ് ദാക്ഷായിനി ബിസ്ക്കറ്റ് മേടിച്ച് തരുമോ എന്നുള്ളത് ചോദിക്കുമോ? തോന്നുന്നുണ്ടോ കുട്ടികളുടെ വായില പേര് വരാൻ അത്ര എളുപ്പമാണെന്നുള്ളത്? സോ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ ഒരു പേര് സെലക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ഗിവ് എ പോസിറ്റീവ് വൈബ്. അതല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി സോ ഈസി ടു പ്രൊനൗൺസ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിലുള്ള ഗുഡ് ഡേ അല്ലേ? ഗുഡ് ഡേ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് കഴിക്കുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് എ ഡേ വിത്ത് ഗുഡ് ഡേ. യുണിബിക്, ഇതൊന്നും നമുക്കത്ര ബുദ്ധിമുട്ടുള്ള പേരുകളല്ല. ഡാർക്ക് ഫാൻറ്റസി, മിൽക്ക് ബിക്കീസ്, ക്രാക്ക് ജാക്ക്, ഓക്കെ, ഇതൊന്നും മാരി ബിസ്ക്കറ്റ്സ്, ഇതൊന്നും നമുക്കത്ര ബുദ്ധിമുട്ടുള്ള പേരുകളൊന്നും നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ കാണാറില്ല. ഒരു പ്രോഡക്റ്റിന് നമ്മളൊരു പേരിടുമ്പോൾ ദാറ്റ് ഷുഡ് ബി സോ ഈസി ടു പ്രൊനൗൺസ്. That should be so easy to remember. ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കാവുന്ന പേരുകളാണ്. ചില പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ കണ്ടാൽ മതി, പിന്നെ നമുക്ക് അത് മറക്കില്ല. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് തരുന്നൊരു പരസ്യങ്ങളാണ്. ചില പരസ്യങ്ങൾ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് ആ പരസ്യം വരുമ്പോൾ നമ്മൾ ആ പരിസരത്തേ ഉണ്ടാവില്ല. Okay, this is how we are creating needs in the minds of the people. അഡ്വർടൈസിങ് എന്തിനുള്ളതാണ്? ടു ക്രിയേറ്റ് എ നീഡ് എന്നുള്ളതാണ്. ഞങ്ങളിവിടെ ഉണ്ടെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്ന അഡ്വർടൈസ്മെൻ്റ് അല്ല. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സിൽ പല ടൈപ്പ് ഉണ്ട്. നമ്മളിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ വിൽ ഗോ ഡീപ്പർ ആൻഡ് വിൽ ഗോ ഫ്രം ദി ടോപ്പിക് ഓൾസോ. ഓക്കെ, സോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോ ഫാക്ടറും വി ഹാവ് ടു ഗോ ഇൻ ഡീറ്റെയിൽ. വൈ ദിസ്, വൈ ദാറ്റ്, ഹൗ ടു ഡു ദിസ് എന്നുള്ളത്. സോ ഒരു പാക്കറ്റ് ദാക്ഷായിനി ബിസ്ക്കറ്റ് തരൂ എന്ന് നമ്മൾ പറയുന്നത് സോ ഡിഫിക്കൽട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഓരോ സ്റ്റേജിലും ഓരോരുത്തരിനെയും നമ്മൾ കാണുന്നതും, ഓക്കെ, അവിടെ നിന്ന് സാങ്ഷൻ മേടിക്കണം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വി ഹാവ് ടു ഗോ, അവിടുത്തെ ഏജൻറ്റ് അത് ക്ലിയർ ചെയ്ത് തരണം, ആൻഡ് ദെൻ നെക്സ്റ്റ്, ഇങ്ങനെ പോയി ലാസ്റ്റാണ് നമുക്ക് ഫൈനലി ഒരു പെർമിഷൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ഏകദേശം 50-60 വയസ്സാവും. ഓക്കെ, സോ ദാറ്റ് വാസ് ദി പ്രോസസ് പ്രിവെയിലിംഗ് എന്നുള്ളതാണ്. ബട്ട് നൗ ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. അപ്പോൾ ഈ ലെങ്തി പ്രോസസ്സായിട്ടുള്ള രജിസ്ട്രേഷൻ ഒന്ന് ഈസി ആക്കാം. ഒരാൾ ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മറ്റേത് തുടങ്ങാൻ തന്നെ ഏകദേശം വർഷങ്ങളെടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഓഫ് SSI or MSME is also a very important formal question. The process of obtaining MSME registration is simplified. എങ്ങനെയാണ് അത് സിംപ്ലിഫൈ ചെയ്ത്? മറ്റേത് രജിസ്ട്രേഷൻ പ്രോസസ്സ് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിംപ്ലിഫൈഡ് ചെയ്തപ്പോൾ ഉദ്യോഗ് ആധാർ എന്നുള്ള പേരിലാണ്, വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഉദ്യോഗ് ആധാർ ഫോർ MSME ഇൻ ഇന്ത്യ. അപ്പോൾ മറന്നു പോകരുത്, എന്താണ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ പേര്? ഉദ്യോഗ് ആധാർ. അപ്പോൾ ഇതിനെങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രയർ ടു ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഉദ്യോഗ് ആധാർ, ടു ഒബ്റ്റെയിൻ MSME or SSI രജിസ്ട്രേഷൻ 2 ഫയലിങ്സ് ആണ് നോർമലി ഒരു ഓൺട്രപ്രണർ ചെയ്യേണ്ടത്. ഒന്ന് ഓൺട്രപ്രണർ മെമ്മറാൻഡം 1 ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓൺട്രപ്രണർ മെമ്മറാൻഡം 2. ഇത് 2 കാര്യങ്ങളും ഫയൽ ചെയ്താലാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പ്രോസസ്സൊക്കെ നടക്കുള്ളൂ. ഇത് നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. 2 കാര്യങ്ങളല്ലേ നമുക്ക് ആകെ കൂടി ഓൺട്രപ്രണർ മെമ്മറാൻഡം 1 ആൻഡ് ഓൺട്രപ്രണർ മെമ്മറാൻഡം 2 എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ വെറുതെ ഫയൽ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ അടിയിലുള്ള ബാക്ക് ഫയൽസ് എന്ന് പറയുന്ന അത്രയും ലെങ്തി പ്രോസസ്സാണ്.
Okay, so with the introduction of Udyog Aadhar, the process of obtaining SSI or MSME registration has been drastically simplified. Okay, to simplify the lengthy process, എന്താണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഉദ്യോഗ് ആധാർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഡോണ്ട് ഫർഗെറ്റ് ദ നെയിം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉദ്യോഗ് ആധാറിൻ്റെ പ്രോസസ്സ് എന്ന് നോക്കാം. ദ ഓൺലൈൻ ഉദ്യോഗ് ആധാർ രജിസ്ട്രേഷൻ പ്രോസസ് വിൽ സിംപ്ലിഫൈ ദ രജിസ്ട്രേഷൻ പ്രോസസ് വിത്ത് ആൻ ഓൺലൈൻ ആൻഡ് സിമ്പിൾ 1-page രജിസ്ട്രേഷൻ ഫോം. അപ്പോൾ ആകെ കൂടി നമുക്കിതിൽ ചെയ്യാനുള്ളത് എന്താണ്? ഒറ്റ പേജിൽ മാത്രമാണ് രജിസ്ട്രേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൂ. ഓക്കെ, ദാറ്റ് ടു ഓൺലൈനാണ്, നമുക്കത് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. ഇൻ ദ ഫോം ദ MSME വിൽ സെൽഫ് സർട്ടിഫൈ ഇറ്റ്സ് എക്സിസ്റ്റൻസ്, ബാങ്ക് അക്കൗണ്ട്, ബിസിനസ് ആക്ടിവിറ്റി ഡീറ്റെയിൽസ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് ആൻഡ് അതർ റെലവൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട്, ബിസിനസ് ആക്ടിവിറ്റി, എന്ത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്, ആ ആക്ടിവിറ്റിയുടെ പേര്, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, ഓണർഷിപ്പ് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ആ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ ഉണ്ടായിരിക്കും. ഓക്കെ, in exercise of the powers conferred by various subsections of the MSME Act 2006 and in suppression of the previous notifications on MSME, the central government notified certain criteria for classifying the enterprises and specifies the form and procedure for filing the memorandum to be known as Udyam registration with effect from 1st day of July 2020. അപ്പോൾ ഈ മാറ്റം വന്നിട്ട് എത്ര നാളായിട്ടില്ല? അധികം നാളായിട്ടില്ല. ജൂലൈ 1 2020, നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ചേഞ്ചസും വന്നിട്ടുള്ളത്. ഉദ്യം രജിസ്ട്രേഷൻ എന്നുള്ളതാണ് അതിൻ്റെ പേരായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ രജിസ്ട്രേഷന് 3 ക്ലാസിഫിക്കേഷനാണ് തന്നിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രൈസസ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. മൈക്രോ എൻ്റർപ്രൈസ്, സ്മോൾ എൻ്റർപ്രൈസ്, മീഡിയം എൻ്റർപ്രൈസ്. അപ്പോൾ എന്താണ് മൈക്രോ എൻ്റർപ്രൈസ് എന്നുള്ളത്? where the investment in plant and machinery or the equipment does not exceed 1 crore and turnover does not exceed rupees 5 crore. Okay, investment 1 crore, total turnover എന്ന് പറയുന്നത് 5 crore എക്സീഡ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ആൻഡ് ദെൻ സ്മോൾ എൻ്റർപ്രൈസ്. സ്മോൾ എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് ഡസ് നോട്ട് എക്സീഡ് 10 crore. സ്മോൾ എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 crore, അതേപോലെ തന്നെ ടേൺ ഓവർ എന്ന് പറയുന്നത് 50 crore ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് നമ്മളതിന് ഒരു സ്മോൾ എൻ്റർപ്രൈസ് എന്ന് നമ്മൾ പറയാം. And then is medium enterprise. Third one is medium enterprise. Medium enterprise വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 50 crore, അതേപോലെ ടേൺ ഓവർ എന്ന് പറയുന്നത് 250 crore ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഈ 3 കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം. അപ്പോൾ ഒന്നുകൂടി പറയാം. മൈക്രോ എന്ന് പറയുന്നത് 1 crore ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ടേൺ ഓവർ എന്ന് പറയുന്നത് 5 crore ആണ്. ഓക്കെ, സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് 10 crore, നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 50 crore ആണ് വേണ്ടത്. ആൻഡ് ദെൻ മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് 50 crore, അതേപോലെ തന്നെ ടേൺ ഓവർ എന്ന് പറയുന്നത് 250 crore ക്രോസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രൈസ്. അപ്പോൾ 3 കാര്യം ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അതൊന്നും കൂടിയും രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിന് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, now we'll see what is in the Udyam registration. Becoming a micro, small or medium enterprise. Any person who intends to establish a MSME may file Udyam registration online in the Udyam registration portal. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ മൈക്രോ ഇൻഡസ്ട്രി ആയാലും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ എൻ്റർപ്രൈസ് ആയാലും മീഡിയം എൻ്റർപ്രൈസ് ആയാലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അയാൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? ഓൺലൈനിൽ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ
self-declaration. So no one is there to declare anything, only we persons are there. അപ്പോൾ നമ്മൾ ആരാണോ കയറുന്നത് അവരാണ് സെൽഫ് ഡിക്ലറേഷൻ നടത്തുന്നത്. വിത്ത് നോ റിക്വയർമെൻറ്റ് ടു അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, സർട്ടിഫിക്കേഷൻസ് ഓഫ് പ്രൂഫ്. ഓക്കെ, ഒന്നും തന്നെ നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് വി ആർ ഫില്ലിങ് ഓൾ ദി രജിസ്ട്രേഷൻ ഫോം ആൻഡ് ദി കോളംസ്. On registration, an enterprise referred to as Udyam in the Udyam registration portal will be assigned a permanently identity number to be known as Udyam registration number. So, നമ്മൾ അതിൽ once if we get registered, നമുക്ക് എല്ലാവർക്കും എന്ത് തന്നിട്ടുണ്ടായിരിക്കും? നമുക്കൊരു ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ ഓരോ സ്ഥാപനത്തിനും, അതിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ സ്ഥാപനത്തിനും അവർ തന്നിരിക്കും. ആൻഡ് ഈ സർട്ടിഫിക്കറ്റ്, നെയിംലി ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഷാൽ ബി ഇഷ്യൂഡ് ഓൺ കംപ്ലീഷൻ ഓഫ് ദി രജിസ്ട്രേഷൻ പ്രോസസ്സ്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫോമൊക്കെ ഫിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഇഫ് ദ പ്രോസസ് ഇസ് കംപ്ലീറ്റ്, ദ കമ്പനി വിൽ ഗെറ്റ് ദി ഇ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ്റെ ഇ സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ദെൻ ഇനി നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. ദ ഫോം ഫോർ രജിസ്ട്രേഷൻ ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ ദ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? 3 കാര്യങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഒന്ന്, നമ്മൾ പോർട്ടലിൽ കയറി ഓൺലൈനായിട്ട് നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കാം. സെക്കൻഡ് തിങ് ഇസ് നമുക്കൊരു ഐഡൻറ്റിറ്റി നമ്പർ തരും. മൂന്നാമത്തേത് പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ രജിസ്ട്രേഷൻ ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യും പോർട്ടലിൽ. അപ്പോൾ അതിലുള്ളത് ദെർ വിൽ ബി നോ ഫീ ഫോർ ഫയലിംഗ് ഉദ്യം രജിസ്ട്രേഷൻ. നമുക്ക് അതിനുള്ള ഒരു മിനിമം ഫീ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ആധാർ നമ്പർ. ആധാർ നമ്പർ എന്ന് പറയുന്നത് ആരുടെ ആയിരിക്കാം? ഓൺട്രപ്രണറിൻ്റെ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പ്രൊപ്രൈറ്ററിൻ്റെ ആയിരിക്കാം. ഇനിയിപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ മാനേജിങ് പാർട്ട്ണറിൻ്റെ ആയിരിക്കാം. ഇനി അതല്ല ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ്, ദാറ്റ് ഈസ് കർത്ത എന്ന് പറയുന്ന പേഴ്സണിനെ ആയിരിക്കാം നമ്മളതിൽ ആധാർ നമ്പറായിട്ട് കൊടുക്കേണ്ടത്. In the case of a company or a limited liability partnership or a cooperative society, അല്ലെങ്കിൽ a trust, the organization or its authorized signatory shall provide its GSTIN and PAN along with its Aadhaar number. അപ്പോൾ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ, ഒരു ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓതറൈസ്ഡ് സിഗ്നേറ്ററി പേഴ്സൺ ഉണ്ടായിരിക്കും. സോ ആ പേഴ്സണിൻ്റെ ആധാർ നമ്പറും അതേപോലെ തന്നെ പാൻ നമ്പറും ടിൻ നമ്പർ GST നമ്പറും നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇനി ഇൻ കേസ് ആൻ എൻ്റർപ്രൈസ് ഇസ് ഡ്യൂലി രജിസ്റ്റേർഡ് ആസ് ആൻ ഉദ്യം വിത്ത് പാൻ, any deficiency of information for previous years when it did not have PAN shall be filled up on self-declaration basis. ഇനിയിപ്പോൾ നമ്മൾ ഈ ഉദ്യം രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തുന്ന സമയത്ത് അവർ ചിലപ്പോൾ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ആ സമയത്ത് പാൻ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ സെൽഫ് ഡിക്ലറേഷനോട് കൂടി കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ്. And then no enterprise shall file more than one ഉദ്യം രജിസ്ട്രേഷൻ. അപ്പം ഒരു എൻ്റർപ്രൈസും ഒന്നിൽ കൂടുതൽ തവണ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. Provided that any number of activities including manufacturing or service or both may be specified or added in one ഉദ്യം registration. സോ അതിൽ പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്നല്ലാതെ വിൽ നോട്ട് ഗെറ്റ് എ ന്യൂ or else we don't want to do a new registration എന്നുള്ളതാണ്. ഓക്കെ, whoever intentionally misrepresents or attempts to suppress the self-declared facts and figures appearing in the Udyam registration or updation process shall be liable to such penalty as specified under section 27 of the act. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഡിക്ലെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ എന്താ പറയുക പെനൽറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് ദർ വിൽ ബി നോ നീഡ് ഫോർ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ.
പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവറി ഇയർ അല്ലെങ്കിൽ എവറി 2 ഇയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് രജിസ്റ്റർ പുതുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് അത് വേണ്ട. കാരണം നമ്മൾ ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരാൾക്കും ബ്രൈബ് കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. വിത്തൗട്ട് എനിത്തിങ്, വിത്തൗട്ട് എനി പേയ്മെൻ്റ് ആണ് വി ആർ ഗെറ്റിംഗ് രജിസ്റ്റേർഡ് അണ്ടർ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ എന്നുള്ളതാണ്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കാം. ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡൂ ഇറ്റ് ഓൺ അവർ ഓൺ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ EDPയിൽ നമുക്ക് ഓരോന്നും പഠിപ്പിച്ചു തരുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ ഇതൊന്നല്ല പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഡിഫിക്കൽട്ട്. എവറി ഇയർ നമ്മൾ ലൈസൻസ് പുതുക്കണം കാര്യങ്ങൾ, അപ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് നമുക്ക് ചിലവാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സൊന്നും നമുക്ക് ഇതിൽ വരുന്നില്ല. MSMEയിൽ നമുക്ക് ദാറ്റ് ഈസ് ഇത്രയും രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഇപ്പോൾ ഒരു ലെങ്തി പ്രോസസ്സിൽ സിമ്പിൾ സ്റ്റെപ്പാണ്. ജസ്റ്റ് വി ഹാവ് ടു ഫയൽ ഓൺലി വി ഹാവ് ടു ഫിൽ ഓൺലി 1 രജിസ്ട്രേഷൻ ഫോം എന്നുള്ളതാണ്. ഓക്കെ, ആകെ കൂടി വേണ്ടത് നമ്മുടെ ആധാർ നമ്പർ മാത്രമാണ്. അത് പോരെ എല്ലാത്തിനും, അല്ലേ? ബിക്കോസ് ആധാർ ഇസ് കണക്റ്റഡ് വിത്ത് എവ്രിത്തിങ്. സോ ഒരാളുടെ ആധാർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് അവർ ഇത്രയും കാര്യമായിട്ട് പറയുന്നത് ആധാർ നമ്പർ മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിൽ നിന്ന് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആധാർ നമ്പറല്ല, പാൻ നമ്പറും വേണം. പാൻ നമ്പറും ആധാർ നമ്പറും ലിമിറ്റഡ് കമ്പനിയോ അതല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ GSTIN നമ്പറും വേണം. അപ്പോൾ GSTIN, പാൻ നമ്പർ, ആധാർ നമ്പർ ഇതൊക്കെ കൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 1 ഫോമേ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. രജിസ്ട്രേഷൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമ്മൾ എത്ര ആക്ടിവിറ്റീസ്, ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്താലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുമ്പോഴും വി നീഡ് നോട്ട് ടു ടേക്ക് ന്യൂ രജിസ്ട്രേഷൻ. അതേപോലെ തന്നെ ആൻഡ് ദർ ഈസ് നോ യൂസ് ടു renew our registration also. Okay, ഇനി രജിസ്ട്രേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എൻ്റർപ്രൈസസ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. ആ സമയത്ത് ഈ ഉദ്യം രജിസ്ട്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓൾ എക്സിസ്റ്റിംഗ് എൻ്റർപ്രൈസസ് രജിസ്റ്റേർഡ് അണ്ടർ Entrepreneur Memorandum Part 2 or UAM shall register again on Udyam registration portal on or after the first day of July 2020. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളിതിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതിൻ്റെ? ഉദ്യം രജിസ്ട്രേഷൻ അല്ല, ദാറ്റ് ഈസ് എന്താ പറയുക, നമ്മുടെ നോർമൽ ഓൺട്രപ്രനർ മെമ്മറാൻഡം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇതിന് മുമ്പ്. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 ജൂലൈ 2020 ശേഷം നമ്മൾ വീണ്ടും രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഓൾ എൻ്റർപ്രൈസസ് രജിസ്റ്റേർഡ് ടിൽ ജൂൺ 2020 shall be reclassified in accordance with this notification. അപ്പോൾ ഇതിന് മുമ്പ് ജൂൺ 30 വരയ്ക്കും ചെയ്തിട്ടുള്ള രജിസ്ട്രേഷനൊക്കെ നമുക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. The existing enterprises registered prior to 30th June shall continue to be valid only for a period up to 31st day of March 2021. അപ്പോൾ ചില ആൾക്കാർ ഈ ജൂണിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് till 31st March 2021. അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ഈ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. An enterprise registered with any other organization under the Ministry of MSME shall register itself under Udyam registration. ഇനി ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് MSMEയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും they have to get registered under ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴയത് ഏതായാലും കുഴപ്പമില്ല, അവർ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ഏതിലെ? ഉദ്യം രജിസ്റ്റർ പോർട്ടൽ. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് ഉണ്ടാവില്ല. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട
ഒരു ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ മക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് സിമ്പിളാണ്, നമുക്കൊരു 1 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് വി നീഡ് ടു ഫയൽ ഓൺലി 1 ഫോം. ഓക്കെ, അപ്പോൾ ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ 3rd ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ I'll see you again with a new chapter. And if you have any doubts, please feel free to ask me. Thank you.